ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി, പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും ചേർന്ന് നയിക്കുന്ന യൂട്യൂബ് ചാനലിലെ സിസ്റ്ററിനെ ഈ ചാനൽ കാണുകയും വചനം കേൾക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് വാരിക്കോരി സ്വീകരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ഒരു പുതിയ ഷൂട്ടിംഗ് സ്ഥലമാണ്. ഇതൊക്കെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു. സ്വപ്നങ്ങളൊക്കെ കർത്താവ് അതാത് കാലഘട്ടത്തിൽ നിറവേറ്റി തരുന്നത് ഓർത്ത് ഒരുപാട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. പ്രാർത്ഥനാ മിത്രം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തന്നെ കോൺഗ്രിഗേഷൻ്റെ ഒരു പുസ്തകമാണ്. ഇതിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. കോൺഗ്രിഗേഷൻ മാത്രം ചൊല്ലുന്ന പ്രാർത്ഥന. ഇതിലെ ഒരു പ്രധാന പ്രാർത്ഥനയാണ് മിഷൻ പ്രാർത്ഥന എന്നാണ് ഇതിൻ്റെ പേര്. ഹെഡിങ് തന്നെ മിഷൻ പ്രാർത്ഥന. ഇതിൻ്റെ ആദ്യത്തെ വരി തന്നെ പ്രിയപ്പെട്ടവരെ മർക്കോസ് 16:15. ഇതിൻ്റെ ആദ്യത്തെ വരി തന്നെ മർക്കോസ് 16:15. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. ഞാൻ ഈ പ്രാർത്ഥന ദിവസവും ഞങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. ഇതുപോലെ എല്ലാ കോൺഗ്രിഗേഷനും അവരുടെ പേഴ്സണലായിട്ടുള്ള ഇതുപോലെ ഒരു പ്രാർത്ഥനാ മിത്രമുണ്ട്. പ്രാർത്ഥന പേഴ്സണൽ, ആ കോൺഗ്രിഗേഷൻ മാത്രം ചൊല്ലുന്ന പ്രാർത്ഥനകൾ. എല്ലാവരും സ്നേഹിക്കുന്നതും എല്ലാവരുടെ മണവാളനും ഈശോ തന്നെയായാലും പ്രാർത്ഥനകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാം ഞാൻ പലപ്പോഴും പല കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ അവരുടെ ഈ പേഴ്സണൽ പ്രാർത്ഥനകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലോകമെങ്ങും പോയി ആത്മാക്കളുടെ രക്ഷ, സ്വന്തം ആത്മാവിൻ്റെ രക്ഷ, ഇത് തന്നെയാണ് ക്യാരിസമായിട്ട് എല്ലാവരും എടുത്തിരിക്കുന്നത്. പക്ഷെ എത്ര കോൺഗ്രിഗേഷൻ ഇതിനു വേണ്ടി സിസ്റ്റേഴ്സിനെ മാറ്റി നിർത്തുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ഈ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ലോകം മുഴുവനും പോകുവാനുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ, അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ഇതിൽ പ്രാർത്ഥിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കാൻ എത്ര കോൺഗ്രിഗേഷൻസ് പരിശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സിസ്റ്റർ ഇതിനൊരു ദാഹവും ആ സിസ്റ്ററിന് അതിനൊരു സിദ്ധിയും ഗിഫ്റ്റഡ് കൗൺസിലിങ്ങും അതുപോലെ വചനം പ്രഘോഷിക്കാനുള്ള ആ സിദ്ധിയൊക്കെ കിട്ടിയുള്ള സിസ്റ്റേഴ്സിനെ എത്ര കോൺഗ്രിഗേഷൻ മാറ്റി നിർത്തുന്നുണ്ട്. പലപ്പോഴും സിസ്റ്റേഴ്സിൻ്റെ കൗൺസിലിംഗ് അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല സിസ്റ്റേ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പിടഞ്ഞു മരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു അത്. അല്ലാതെ വെറും കുറച്ച് ശുദ്ധവെള്ളം കുടിക്കാനോ വൈൻ കുടിക്കാനോ ഉള്ള ദാഹമല്ല. കർത്താവിൻ്റെ ദാഹം, എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, കർത്താവിനെയും നിങ്ങൾ പോയി ആത്മാക്കളെ നേടുക. അന്ത്യശാസനവും സന്ദേശവും ശിഷ്യന്മാർക്ക് കൊടുത്തതും മർക്കോസ് 16:15. പക്ഷേ അതുപോലെ തന്നെ സിസ്റ്റർ ആലോചിക്കുന്ന മറ്റൊരു കാര്യമാണ് കുർബാനയ്ക്ക് ശേഷം നിത്യപുരോഹിതനായ ഈശോ. കുർബാനയ്ക്ക് ശേഷം എല്ലാ വൈദികരും സിസ്റ്റേഴ്സും ആത്മായ ദൈവജനവും കുർബാനയ്ക്ക് ശേഷം ഒപ്പം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നിത്യപുരോഹിതനായ ഈശോ അന്യദാസന്മാരായ വൈദ്യ. പ്രിയപ്പെട്ട, അതിലൊരു പ്രധാന പ്രാർത്ഥനയാണ് വചനം പ്രഘോഷിക്കുക. ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലും പറയാം. അതിലേറ്റവും പ്രധാന കാതലായ പ്രാർത്ഥനയാണ് വചനം പ്രഘോഷിക്കുവാൻ എന്നുള്ള വാക്ക്. വചനം പ്രഘോഷിക്കുവാനും ലോക അതിർത്തികൾ വരെ കർത്താവിനെ എത്തിക്കുവാൻ, യേശുവിനെ, അവൻ്റെ വചനത്തെ കൊടുക്കുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നവരെ തടസ്സപ്പെടുത്തുന്ന പല അധികാരികളെയാണ് സിസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കോൺഗ്രിഗേഷൻ സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. വിശുദ്ധ പൗലോസ്ലീഹായുടെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തീക്ഷ്ണതയോടെ ഓടി നടന്ന് കർത്താവിനെ കൊടുക്കേണ്ട കാലഘട്ടമാണ്. കൊറോണയ്ക്ക് മുൻപ് പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ 1 മാസമൊക്കെയാണ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ
വിദൂരത്തേക്ക് പോരുന്നത്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് അതെല്ലാം സാത്താൻ നിർത്തലാക്കിയിട്ട് ഇടവക ധ്യാനങ്ങൾ, അതായത് ഈ തൃശ്ശൂർ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള കേരളത്തിലേക്ക് കിടന്ന് ചുരുങ്ങുന്ന ഒരു ഒരു ധ്യാന ഇതായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ ഫാദേഴ്സിനെ, ബ്രദേഴ്സിനെ, സിസ്റ്റേഴ്സിനെ, ദൈവജനത്തിനെ ദൈവവിളി ധ്യാനങ്ങൾക്ക് ഒക്കെ വിളിച്ചിരുന്നതാണ് കൊറോണയ്ക്ക് മുൻപ്. ഇന്ന് സാത്താൻ തന്നെ അതെല്ലാം നിർത്തലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവവചന പ്രഘോഷണം സിസിലെ പ്രേക്ഷിതര് വേളാങ്കണ്ണി പോകുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും അവരെ അവിടെ ഞങ്ങൾ ജമാലയൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് സ്വസ്ഥമായി കഴിഞ്ഞാൽ ആ ട്രെയിനിൽ മിക്കവാറും എല്ലാവരും തന്നെ വേളാങ്കണ്ണിക്കുള്ളവരാണ്. അപ്പോൾ അവരോട് വചനം സിസ്റ്റർ അടിച്ചു കൊണ്ടുപോകണ, പ്രിൻ്റ് ചെയ്ത് കൊണ്ടുപോകണ, ലാമിനേറ്റ് ചെയ്ത വചനം കൊടുക്കലും ഒപ്പം തന്നെ ധ്യാനത്തിൻ്റെ കാര്യങ്ങളും യേശു ഏകലോക രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട്? അതാണ് സിസ്റ്ററിൻ്റെ ചോദ്യം. അതുകൊണ്ട് സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷൻസിൻ്റെ കണ്ണ് തുറക്കേണ്ട സമയമാണ്, കണ്ണ് തുറക്കേണ്ട സമയം. ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഭക്ഷണ സുഖം, മൊബൈൽ സുഖം, ധന ആകർഷണം. തീർച്ചയായിട്ടും സങ്കടം വരുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് ദൈവജനത്തിന് വേണ്ടിയല്ല. പ്രിയപ്പെട്ട, ഒരുപാട് സങ്കടം വരികയാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. റോമ 9:17 ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. റോമ 9:17. അമേൻ. ഈശോയുടെ തൊട്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇവിടെ വന്നാൽ ഇതുപോലെ ഈ അനുഭവം കർത്താവിനെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നിട്ടുള്ള ഒരു ഷെയറിങ്, ഒരു ഫീൽ, അതിരാവിലെ തന്നെ വന്ന് ഈശോയോട് ഒരുപാട് സംസാരിക്കാം. അങ്ങനെ പല മക്കളും ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീൽ കിട്ടുകയാണ് നമുക്ക്. നമ്മൾ വളരെ ദൂരത്താണ് കർത്താവിൻ്റെ സ്റ്റാച്ചുകളൊക്കെ. ഇത് നമുക്ക് ഇഷ്ടം പോലെ ഈശോയോട് സംസാരിക്കാം. ഈശോയെ ഇന്നുണ്ടായ എല്ലാ കാര്യങ്ങളും, ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം കർത്താവിനെ ഭരമേൽപ്പിച്ചു കൊണ്ടുള്ള ഒരു ഷെയറിങ്. ഇവിടെ ഒരു ഭയങ്കര ഫീലാണ്. ഈശോയുടെ കൈയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുന്നു എന്നുള്ള ഒരാശയമാണ്. അതിവിടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു സ്വപ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.